അപ്പോൾ ഇന്ന് നമ്മൾ ഓയിലും നെയ്യൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു, പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചു, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടോ. എന്നിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുക ആദ്യം. എന്നിട്ട് അതേപോലെ തക്കാളി എടുത്തിടുക. ഈ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ അടിച്ച് വെച്ച ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മുളകിൻ്റെ ആ പേസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് എടുത്തിടുക. എന്നിട്ട് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇടുക. ആദ്യം പുതിന ഇടുക, മല്ലിച്ചപ്പ് ഇടുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ചൊരു ഗരം മസാല, നമ്മളെ ബിരിയാണി മസാല ആ ഒരു സാധനം ഇടുക. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, അത്യാവശ്യത്തിന് വേണ്ടൊരു ഉപ്പ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ എടുക്കുക. കഴുകി വെച്ച ചിക്കൻ അതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കിഡിലനായിട്ട് മിക്സ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ഒരു വിസിലിന് നമ്മൾ കുക്കർ വെക്കുക. ഒരൊറ്റ വിസിലടിച്ചാൽ മതി, കൂടുതൽ അടുപ്പിക്കേണ്ട. ഒരൊറ്റ വിസിലടിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് ചിക്കൻ നല്ല കിടിലനായിട്ട് ഇങ്ങോട്ട് നൈസായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു വന്ന സാധനം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പട്ട, ഏലക്കായ്, പൂവ്, പിന്നെ കുറച്ചൊരു ജീരകം കേട്ടോ, ജീരകം കൂടെ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച് നല്ല അടിപൊളി നല്ല ബിരിയാണി റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പകുതി കഷ്ണം നാരങ്ങ പിഴിയട്ടോ, നല്ല അടിപൊളിയായിട്ട്. എന്നിട്ട് പിന്നെ 2 ഗ്ലാസ് വെള്ളം, നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളം ഒഴിക്കേണ്ടത്. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 2-2.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കട്ടോ. ഉപ്പൊക്കെ നോക്കുക, എല്ലാതും ഓക്കെ ആണോ നോക്കുക. നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാതും ആയിക്കോട്ടെ. നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലനായിട്ട് ആ സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് കുക്കർ നമ്മൾ എന്ത് ചെയ്യുക, നല്ല അടച്ചിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ, കൂടാൻ പാടില്ല, ഒരൊറ്റ വിസിലിന് വെക്കുക. ആ ഒരൊറ്റ വിസിലിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് ആ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ആ ഒരു എയർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എയർ മുഴുവൻ പോയിട്ടേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ കിടിലൻ ബിരിയാണി, നല്ല അടിപൊളി, ഏത് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഡയറ്റഡ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നല്ല കിടിലൻ ബിരിയാണി. കാരണം വെച്ചാൽ ഓയിലില്ല, നെയ്യില്ല, ഒന്നുമില്ല. വെറും ചിക്കനിലുള്ള ആ ഒരു നെയ്യ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, നല്ല കിടിലൻ ബിരിയാണി.